നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സ്റ്റേറ്റ് കടന്നിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ തെറിവിളിയും ഗുണ്ടായുസവും ഒക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ചർച്ചയായിരുന്നത് ഒരു ചെറ്റത്തരത്തിന്റെ കാര്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നേരെ ഡാഷ് മോനെ വിളിയാണ് പിണറായി പുറത്തെടുത്തിരിക്കുന്നത്. തിരിച്ച് അതിനു മുൻപ് തന്നെ രേവന്ത് റെഡ്ഡി പോ മോനെ വിജയ എന്ന് പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണെങ്കിൽ പോലും ഇത് കുറച്ച് കടന്നുപോയി. ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇപ്പോൾ ഈ പിണറായിയുടെ തെറിവിളി ഒരു ചർച്ചയായും വാർത്തയായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ തിരുത്താൻ പാർട്ടിക്കാർ തയ്യാറാകുന്നില്ല. പക്ഷെ അവർക്ക് ഈ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കേണ്ട ഒരു ഗതികേടാണ്. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രിയും പിണറായി വിജയനും തമ്മിലൊരു സംവാദത്തിന്റെ മുഖ്യ വിഷയം. പിണറായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുക്കാം, ആ ഒരു സംവാദത്തിന് മാത്രം തയ്യാറാണെന്ന്. ആ തയ്യാറാണെന്ന് പറഞ്ഞതിനോടുകൂടി തന്നെ ഇപ്പോൾ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. KC വേണുഗോപാൽ ഒരു തുറന്ന കത്ത് പിണറായിക്ക് അയച്ചിരിക്കുന്നു ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം പിണറായിക്ക് നേരെ വരുമ്പോൾ തെറിവിളി അല്ലാതെ മറ്റു വഴിയില്ല. ഈ പിണറായി വിജയനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും നട്ടല്ലുയർത്തി നേരെ നിന്നാൽ പിണറായിക്ക് കാലിളകും. മുമ്പ് എടോ വിജയ എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കള്ളത്തിലിറങ്ങിയിരുന്നു. പക്ഷേ രാഹുലിനെ കൂട്ടിക്കയറ്റി, ഷെഡി കയറ്റി. രാഹുൽ പക്ഷേ നിർത്തിയില്ല. പിന്നെയും പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ തുടരുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വന്നിറങ്ങിയത് തെലങ്കാനയിൽ നിന്നുള്ളൊരു താരമാണ്. കേരളത്തിൽ വലിയ ആരാധകരാണ് ഈ രേവന്ത് റെഡ്ഡിക്ക്. രേവന്ത് റെഡ്ഡി അവിടെ യുവാക്കളുടെ ഹീറോയാണ്. 2023 തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ രേവന്ത് റെഡ്ഡിയെക്കുറിച്ച് ഇത്രയേറെ കേൾക്കുന്നത്. 2023 അന്ന് അവിടുത്തെ PCC അധ്യക്ഷനായിരുന്ന രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. രേവന്ത് റെഡ്ഡിയെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ അന്ന് കോൺഗ്രസ് നിർബന്ധിതരായി. കാരണം അത്ര വലിയ ആരാധനയാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയത്. വലിയ ആവേശോജ്വലമായ ഒരു സ്വീകരണം രേവന്ത് റെഡ്ഡിക്ക് തെലങ്കാനക്കാർ നൽകി. അതിനൊരു കാരണമുണ്ട്. രേവന്ത് റെഡ്ഡി നേർക്ക് നേർ നിന്ന് പൊരുതും. അതാ ഈ രേവന്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഈ ഓഫീസിന് തൊട്ടടുത്താണ് ഈ ഇന്ദിരാഭവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 2-3 ദിവസം മുമ്പ് നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ മുറ്റത്ത് ഒരു സാധാരണക്കാരനെ പോലെ നിന്ന് കോൺഗ്രസ് നേതാക്കളുമായി ഈ രേവന്ത് റെഡ്ഡി സംസാരിക്കുന്നു. യാതൊരുവിധ തലക്കനവുമില്ല. കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നു. നമ്മുടെ ഇരട്ടച്ചങ്കിന് നൽകാറുള്ളതുപോലെ വലിയ കമാൻഡോ സുരക്ഷയില്ല, സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫാണെന്ന് തോന്നുന്നു. ഒരു സ്യൂട്ടൊക്കെ ധരിച്ച, സ്യൂട്ടല്ല, ഒരു ഓവർകോട്ടൊക്കെ ഇട്ട ഒരു ചെറുപ്പക്കാരനും. അവർ രണ്ടുപേരും മാത്രം അങ്ങനെ മുറ്റത്ത് ഒരു വണ്ടിയുടെ ഇപ്പുറത്തായിട്ട് നിൽക്കുന്നു. അത്ര ഒരു സിമ്പിൾ മനുഷ്യനായിട്ട് നമുക്ക് തോന്നും. ആ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ നേമത്തെ സ്ഥാനാർത്ഥി ശബരിനാഥിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് അത് കട്ടയ്ക്ക് പിണറായി വിജയനോട് കോഡ് പറഞ്ഞത് ഈ രേവന്ത് റെഡ്ഡി. എണ്ണിയാണ് പിണറായി വിജയനെ രേവന്ത് റെഡ്ഡി വെല്ലുവിളിച്ചത്. ഓരോരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനം എന്താണ് എന്നറിയണമെങ്കിൽ തെലങ്കാനയിലേക്ക് വിമാനം കയറി വരാൻ പറഞ്ഞു. താനവിടെ പിണറായി സ്വീകരിക്കാം, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം നേരിൽ കാണാം, ഒരു സംസ്ഥാനത്തെ എങ്ങനെ ഒരു വികസന പാതയിൽ എത്തിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് തെലങ്കാന, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ മറ്റ് ചില നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി. നമ്മളെങ്ങനെ നമ്പർ 1 ആയി എന്ന് പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിയെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കി. അപ്പോൾ രേവന്ത് റെഡ്ഡി പറഞ്ഞു, ഇത് ഒരു പതിറ്റാണ്ടിൻ്റെ കഥയാണ്. അതിനും മുമ്പ് ഇവിടെ ഭരിച്ച മറ്റ് മഹാരഥന്മാരുണ്ട്, K. കരുണാകരൻ, ഉമ്മൻചാണ്ടി. അവരൊക്കെ അടിത്തറയിട്ട് വളർത്തിയെടുത്ത് കേരളമാണ്. അവിടെ നിങ്ങളിത്തിരി പണിത് കയറി എന്നേ ഉള്ളൂ. അതല്ലാതെ മറ്റെന്ത് അവകാശവാദമാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്? ഈ രേവന്ത് റെഡ്ഡിയെ ഇടയ്ക്ക് പിണറായി വിജയൻ ഒന്ന് പൂരിനെ വിളിച്ചു ഒരു സംവാദത്തിന്. പിണറായിയുടെ ഒരു ശൈലിയാണ്. ആദ്യം കയറി സംവാദത്തിനങ്ങ് വിളിക്കും. പിന്നെ എതിരാളി സംവാദത്തിന് തയ്യാറായി കഴിഞ്ഞാൽ പിണറായി ഊളിയിടും. അത് നമ്മൾ സതീശൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. സതീശൻ നെഞ്ചും പിരിച്ച് ചാടി ഇറങ്ങി എവിടെ എപ്പോൾ സമയവും തീയതി കുറിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ പൊടി പോലും ഇല്ല. ഇതേ ഗതികേട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ അടുത്ത് സംഭവിച്ചത്. രേവന്ത് റെഡ്ഡിയെ തെലങ്കാനയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് അധിക്ഷേപിക്കാൻ തുടങ്ങി. ഉടനെ രേവന്ത് റെഡ്ഡി കട്ടയ്ക്ക് വന്നു, ഒരു സംവാദത്തിന് വിളിച്ചു. പിണറായി വിജയനെ കണ്ടില്ല, നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ സംവാദത്തിന് വിളിച്ചാൽ പിണറായി പോകില്ല. തുടർന്നാണ് രേവന്ത് റെഡ്ഡി ഒരു തുറന്ന കത്ത് പിണറായി വിജയന് കൊടുത്തത്. ആ കത്തിൽ വീണ്ടും നീ പോ മോനെ വിജയ, ഇതൂടെ ആയപ്പോൾ കലി പൊട്ടി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഫേസ്ബുക്കിൽ ഇന്ന് കുറിച്ചിരിക്കുന്നു, 56 വയസ്സുള്ള
ഈ മുഖ്യമന്ത്രിയുടെ അപ്പനാകാൻ പ്രായമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇമാതിരി ഭാഷ പ്രയോഗിക്കാമോ? മുഖ്യമന്ത്രി ഡാഷ് മോനെ രേവന്തെ എന്ന് വിളിച്ചാൽ അതിനൊപ്പം നിൽക്കുന്നവരാകും കേരളത്തിലെ ജനങ്ങളെന്നാണ് മനോജിൻ്റെ കണ്ടുപിടുത്തം. PM മനോജിൻ്റെ കണ്ടുപിടുത്തം അങ്ങനെയാണ്. ഇനി അതിനെ ഓഡിറ്റ് ചെയ്യാനോ വിമർശിക്കാനോ എന്തവകാശം എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ്റെ ഭാഷയെ ഓഡിറ്റ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തവകാശം? അതിനേക്കാൾ മാരകമായ ഭാഷ നമ്മൾ ഒരുപാട് കേട്ടതാണ്. G. സുധാകരൻ പിണറായിയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. പിണറായി വിജയനും G. സുധാകരനുമൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഈ തെക്കൻ കേരളത്തിൽ. പിണറായി കണ്ണൂരിൽ നിന്ന് വന്നെങ്കിലും തിരുവനന്തപുരത്ത് അങ്ങ് താവളം ഉറപ്പിച്ചിട്ട് കുറേ കാലമായല്ലോ. ഇതിനു മുമ്പിലത്തെ ഭരണകാലത്തന്ന് നട്ടലുയർത്തി പിണറായിക്കൊപ്പം നിന്ന G. സുധാകരൻ ഇപ്പോൾ വർഗവഞ്ചകനായി പുറത്തിറങ്ങി എന്നതാണ് പിണറായി വിജയൻ്റെ വിശദീകരണം. ചെറ്റത്തരം എന്നാണ് പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിച്ചത്. ഇന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ ഇത്തരം ഒരുപാട് പദാവലികൾ നമ്മൾ കേൾക്കാറുണ്ട്. കോന്നിയിൽ വെച്ച ഒരു പാർട്ടി സഖാവ് ഒരു ചോദ്യം ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പിണറായിക്ക് കല്ലുപൊട്ടി, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇമാതിരി ഡയലോഗുകളും ഇമാതിരി ധാർഷ്ട്യവും പിണറായിയിൽ നിന്ന് ഇടയ്ക്കിടെ വിഷപ്പുകയായിട്ട് പുറത്തോട്ട് വരും. എന്നാൽ പിണറായി ഒരു പുതിയ മനുഷ്യനാണെന്ന് നമ്മൾ തോന്നത്തക്ക തരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മൾ കാണാതിരിക്കരുത്. നിരവധി ചാനൽ പ്രവർത്തകരെ യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ച് തുടരെ അഭിമുഖങ്ങൾ കൊടുക്കുന്നു, അവരോട് തമാശ പറയാൻ ശ്രമിക്കുന്നു, അവരുടെ മുന്നിൽ ചിരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തനായ പിണറായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. ഇനി മറ്റൊരു വ്യത്യസ്തത എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഇപ്പോൾ ഈ സൈബർ സഖാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം കണ്ടു. ആ ചിത്രം ഈ അഭിമുഖത്തിലൊന്ന് കൊടുക്കണം. അതായത് പിണറായി വിജയൻ ഒരു ചുമപ്പ് കളറടിച്ചൊരു ജീപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു മുകളിൽ. ചുറ്റും ആരുമില്ല, കമാൻഡോകളില്ല, പോലീസില്ല, ഈ 40 അകമ്പടി വാഹനങ്ങളില്ല. സാധാരണ ജനങ്ങളുടെ ഇടയിലൂടെ പിണറായി വിജയൻ ഇങ്ങനെ ജീപ്പിൽ നീങ്ങുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ദൃശ്യം വല്ലാത്തൊരു ദൃശ്യമാണ്. അപ്പോൾ പിണറായി വിജയനെ ആരും ആക്രമിക്കാനില്ല, ആരും കൊല്ലാൻ പാഞ്ഞെടുക്കുന്നില്ല, ആരും കരിങ്കൊടിയുമായിട്ട് എത്തുന്നില്ല. പിന്നെ എന്തിനാണ് ഈ 40 അകമ്പടി വാഹനങ്ങൾ, ഇത്ര വലിയ കമാൻഡോ സംവിധാനങ്ങൾ? അപ്പോൾ ഇതൊരു സ്റ്റൈലായിട്ടിരിക്കട്ടെ എന്ന് പിണറായി കരുതിയിരിക്കാം നേരത്തെ. ഇതൊക്കെ അധികാരത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടക്കുന്ന ഒരു വീഡിയോ ഇന്നലെ കണ്ടു, ഞെട്ടിപ്പോകും. അദ്ദേഹം ഒരു വലിയ ഒരു ബസ് പോലത്തെ ഒരു വലിയ വാനിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ വിശാലമായിട്ടിരിക്കുന്നു. മുന്നിൽ കമാൻഡോ സഞ്ചരിക്കുന്ന നിരവധി ഇന്നോവ വാഹനങ്ങൾ, മറ്റു വാഹനങ്ങൾ, സൈഡിൽ കമാൻഡോസ് ഓടുന്നു, ചിലർ വാഹനത്തിൽ തൂങ്ങിക്കിടക്കുന്നു. എന്തൊക്കെ കലാപരിപാടികളാണ്! ഇത്തരം അമിട്ടുകൾ കേരളത്തിലും വേണമെന്നാണ് പിണറായി വിജയൻ്റെ ഒരു താല്പര്യം. അതിൻ്റെ ഒരു ഡിറ്റോയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു വട്ടം കൂടി ഭരിക്കാൻ പിണറായി വിജയന് അവസരം ലഭിച്ചാൽ കേരളം നടുക്കുന്ന ഒരു സെക്യൂരിറ്റി സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 40 വാഹനമൊന്നും ആയിരിക്കില്ല അപ്പോൾ വരുന്നത്. കാരണം ഒന്നാം ഭരണത്തിൽ 20 അകമ്പടി വാഹനങ്ങളായിരുന്നു, രണ്ടാം ഭരണത്തിൽ അത് 40 ഇനിയിപ്പോൾ ഒരു 80 അകമ്പടി വാഹനങ്ങളെങ്കിലും വേണ്ടി വരും. അതിന് തക്ക കമാൻഡോ സംവിധാനങ്ങൾ വേണ്ടി വരും. അതൊക്കെ മൂന്നാം ഭരണത്തിൽ. പക്ഷേ അതിനു മുമ്പ് ഇമാതിരിയുള്ള വെട്ടിൽ ഇപ്പോൾ സ്ഥിരം ചെന്ന് പതിക്കുകയാണ്. പിണറായി വിജയന് സംഭവിച്ച അബദ്ധം, ഈ രേവന്ത് റെഡ്ഡിയെ പോരിന് വിളിച്ചു. രേവന്ത് റെഡ്ഡി നട്ടലുയർത്തി കട്ടയ്ക്ക് പിണറായി വിജയന് നേർക്ക് തിരിഞ്ഞു. പോമോനെ ദിനേശ എന്നുള്ള ഒരു നരസിംഹത്തിലെ മോഹൻലാൽ ഡയലോഗാണ് എടുത്ത് കാച്ചിയത്. അത് വല്ലാത്തൊരു ഡയലോഗാണ്. അതിലെല്ലാം ഉണ്ട്, ആക്ഷേപമുണ്ട്, പരിഹാസമുണ്ട്, നിന്നെ തോൽപ്പിക്കും എന്നുള്ള ഒരു സെൻസും ഉണ്ട്. ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ ഒരു അസാധ്യ താരമാണ്. നമ്മൾ തെലങ്കാനയിൽ കണ്ടു. ഈ രേവന്ത് റെഡ്ഡി വളരെ ചെറുപ്പത്തിൽ ABVP-കാരനായിട്ടായിരുന്നു തുടങ്ങിയത്, കോളേജിലൊക്കെ പഠിച്ചപ്പോൾ. പിന്നീട് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആദ്യം ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നു, പിന്നീട് MLA ആയി. ഒടുവിൽ തെലങ്കാന രൂപീകരിക്കുന്നു. തെലങ്കാനയുടെ ചാർജ് ഇയാൾക്ക് കൊടുത്തു. അപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിന് ഇയാളുടെ വളർച്ചയിലൊരു പേടി തോന്നി. കാരണം വലിയ സ്റ്റാർഡമാണ് കിട്ടുന്നത്, എവിടെ ചെന്നാലും ഭയങ്കര സ്വീകാര്യത. ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിലിനൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയൊരു സ്വീകാര്യത. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിനൊരു പേടി. തെലങ്കാന കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ രേവന്ത് റെഡ്ഡിയെ ഒന്ന് അടുപ്പിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ചന്ദ്രബാബു നായിഡുവിനൊരു സംശയം തോന്നി, അവിടെ നിന്ന് പുറത്താക്കി. തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസിൽ ചേക്കേറി. കോൺഗ്രസിൽ ചേക്കേറിയതിന് പിന്നാലെ 2019 ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അങ്ങനെയാണ് 2023 തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ ലോക്സഭ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടു മത്സരമാണ്, കിട്ടു വിജയവുമാണ്. അങ്ങനെ 2023
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അന്ന് 56 വയസ്സ്, 2023. ഇപ്പോൾ 59 വയസ്സായി. PM മനോജ് പറയുന്ന പോലെ 56-ൽ 59 വയസ്സുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ചുറുചുറുക്കും ഉന്മേഷവും ഇത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ മുഖമാണ്. ഈ രേവന്ത് റെഡ്ഡി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ വലിയൊരു ഗോഡ് ഫാദറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പണം ഒഴുകിയത് തെലങ്കാനയിൽ നിന്നാണ് എന്ന കിംവദന്തികൾ ഇപ്പോൾ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഭരണപക്ഷം ഈ കേരളത്തിലെ മീഡിയാസിനെയൊക്കെ പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കി. ഈ കിഫ്ബി വഴിയും PRD വഴിയും ഏകദേശം 220 കോടി രൂപയാണ് വാരി വിതറിയത്. ഇതെല്ലാം കണ്ട് മാധ്യമങ്ങൾ കണ്ണ് മഞ്ഞളിച്ചു. ഇപ്പം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പരസ്യമൊക്കെ വലിയ കുറവാണ്. അപ്പോൾ ഓരോ ചാനലുകൾക്കും 10-25 കോടി അങ്ങ് കൊടുക്കുന്നത്. ഈ പണം പ്രതീക്ഷിച്ച് ഇവിടെ ചാനൽ തുടങ്ങിയവർ വരെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മുന്നിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു സർവേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമാക്കിയാൽ അതും 4-5 കോടി രൂപയുടെ കലാപരിപാടിയാണ്. ഈ സുനിൽ കനകോലുവിന് പോലും 18 കോടി രൂപയ്ക്കാണ് ഇവിടെ കരാർ ഉറപ്പിച്ചത്. എന്താ അയാൾ ചെയ്ത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു പണക്കൊഴുപ്പ്, ആ പണക്കൊഴുപ്പിൽ ഏറിയ ഭാഗം കിട്ടുന്നത് മാധ്യമങ്ങൾക്ക്. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ നമ്മുടെ രേവന്ത് റെഡ്ഡി KPCC ഓഫീസിൽ വന്ന് അവതരിക്കുന്നത്. പണത്തെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട എന്നാണ് കോൺഗ്രസ് നേതാക്കളോട് ഈ രേവന്ത് റെഡ്ഡി ആദ്യം പറഞ്ഞത്. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ടിനെ ഓർത്ത് യാതൊരുവിധ പരിഭ്രമവും വേണ്ട. 1000 കോടിയുടെ ഫിക്സഡ് ആസ്തി നമുക്കുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹമാണ് KPCC ഓഫീസിലിരുന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ച് ആരും യാതൊരുവിധ ആശങ്കകളും പുലർത്തേണ്ടെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസമായി. ഈ സാധാരണഗതിയിൽ കർണാടകയിൽ നിന്നാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ട ഫണ്ട് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനൊക്കെ കർണാടകയിൽ നിന്നായിരുന്നു ഫണ്ടെത്തിയത്. ഇക്കുറിയും കർണാടകയിൽ നിന്ന് ഫണ്ടെത്തും എന്ന പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ്സുകാർക്ക്. അതിനിടയിലാണ് മറ്റൊരു രക്ഷകൻ വന്ന് അവതരിക്കുന്നത്. ഇതും പിണറായി ചുട്ടിപ്പിച്ചു. കാരണം എല്ലാ പ്രാവശ്യവും UDFൻ്റെ ഒരു ഗതികേട് പൈസയില്ല. പൈസ ഉണ്ടെങ്കിലേ UDFൻ്റെ നേതാക്കൾ കളത്തിലിറങ്ങും. ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ മണ്ഡല ചാർജുള്ളവർക്ക്, വാർഡ് ചാർജുള്ളവർക്ക് ഒക്കെ ഇഷ്ടംപോലെ പൈസ വിതരണം. പണ്ടൊക്കെ ഈ ഒരു ബൂത്ത് കമ്മിറ്റിക്ക് 3 തവണ ഒരു 3000 രൂപ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ബൂത്ത് ഏറ്റവും ഒടുവിൽ കുറച്ച് കൂടുതൽ അലങ്കാരത്തിനൊക്കെ ആയിട്ട് ഇത്തിരി കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 10,000 രൂപയൊക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്നും ബൂത്ത് കമ്മിറ്റിക്ക് കൊടുക്കേണ്ടത് 1 ലക്ഷം രൂപയൊക്കെയാണ്. എങ്കിലേ ആളുകൾ ഇറങ്ങും. പിന്നീട് ഈ ഇലക്ഷൻ്റെ ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്. ഇന്ന് വൈകിട്ട് ഇഷ്ടംപോലെ കേസ് മദ്യം വേണം, എങ്കിലേ ഇവർക്കൊക്കെ മുദ്രാവാക്യം തൊണ്ടെന്ന് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാം ചിലവാണ്. ചില നേതാക്കളൊക്കെ ഒന്ന് പ്രചരണത്തിന് ഇറങ്ങണമെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി 4-5 ലക്ഷം രൂപ വേണം, വാഹനം വേണം, എല്ലാവർക്കും എല്ലാ സംവിധാനങ്ങളും വേണം. ആരും പഴയതുപോലൊന്നും ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കത്തില്ല. ഇതൊക്കെ വിജയിക്കുന്നവർക്കുള്ളതല്ലേ എന്ന ഭാവം. അപ്പോൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനും അവിടെ ശക്തമായി പിടിച്ചു നിൽക്കാനുമൊക്കെ ഒരു 2 കോടി രൂപയെങ്കിലും ഇല്ല നടക്കത്തില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം 95 പേര് അല്ലെങ്കിൽ 140 പേര് ഒരു മുന്നണിയിൽ എടുത്താൽ പോലും ഒരു 2-3 കോടി രൂപ അത് വേണം. ഒരു 2 കോടി രൂപ വെച്ച് കൂട്ടിയാൽ പോലും നമുക്കറിയാം 150 മണ്ഡലങ്ങളാണ്. അപ്പോൾ തന്നെ എത്ര കോടിയായി? 300 കോടി രൂപയായില്ലേ. പിന്നീട് മുന്നണിയുടെ പ്രമോഷൻ, നേതാക്കളുടെ പ്രമോഷൻ, മറ്റ് നേതാക്കൾ ഇവിടെ വരുന്നതിൻ്റെ ചിലവ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇപ്പോൾ UDFനാണെങ്കിൽ പോലും ഒരു 500 കോടി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. LDFന് പിന്നെ പൈസ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കളി കൊണ്ടൊന്നും ഈ കലാപരിപാടി തീരത്തില്ല. ഇതിന് പുറമെയാണ് മാധ്യമങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഒരു വരവ് കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് കരുത്തുറ്റതാക്കി. അയാളാണെങ്കിൽ ഇരട്ടച്ചങ്കനേക്കാൾ വലിയ നട്ടലുമായിട്ട് വന്നു. പിണറായി വെല്ലുവിളിച്ചുകൊണ്ടാണ് തുടക്കം. കാരണം അയാൾക്ക് കളി അറിയാം. ക്യാപ്റ്റനെ അടിച്ചാലേ വീഴുള്ളൂ എപ്പോഴും. അപ്പോൾ എതിരാളിയുടെ മർമ്മത്ത് കൃത്യമായി ഉന്നം വയ്ക്കാൻ കഴിയണം. അവിടെയാണ് രേവന്ത് റെഡ്ഡി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനം കവർന്നത്. പിണറായി വിജയനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട്. തിരിച്ച് പിണറായി വിജയൻ്റെ അറ്റാക്ക് ഏറ്റില്ല, മലർത്തി അടിച്ചു കളഞ്ഞു. ഗത്യന്തരമില്ലാതെയാണ് ഡാഷ്മോനെ എന്ന് വിളിച്ചത്. ഡാഷ്മോനുള്ള മറുപടി പുറകെ വരുന്നുണ്ടെന്നാണ് പിണറായി പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. എന്താണ് കരുതി വെച്ചതെന്ന് വ്യക്തമാണ്. കാരണം ഈ രേവന്ത് റെഡ്ഡി പറയുന്നുണ്ട് പിണറായി വിജയനും നരേന്ദ്രമോദിയും മച്ചാനുമാണ്, ഭയങ്കര ബന്ധമാണ് എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത്. അപ്പോൾ പിണറായി വിജയന് നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയത്തില്ല, നരേന്ദ്രമോദി പിണറായി വിജയനെതിരെ ഒന്നും പറയത്തില്ല. ഇത് രേവന്ത് റെഡ്ഡിയുടെ വാക്കുകളാണ്. അപ്പോൾ തനിക്കെതിരെ കരുതി വച്ചിരിക്കുന്ന ഒരുപക്ഷെ കേന്ദ്രത്തെ കൊണ്ടാവും എന്ന ഒരു സൂചനയും ഇതിലുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡി അതിലൊന്നും പേടിക്കുന്നയാളല്ല. രേവന്ത് റെഡ്ഡിക്കെതിരെ
നേരത്തെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത്ര രൂക്ഷമായ കേസുകളിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. കർണാടകയിലെ DK ശിവകുമാറിനൊക്കെ വലിഞ്ഞ് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊതുചിത്രം. നമ്മൾ കരുതുന്നതിനപ്പുറം ഒരു മുന്നണിക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ അവർക്കൊരു 500 കോടി രൂപയെങ്കിലും വേണം. 500 കോടി രൂപ ഒരു മുന്നണിക്ക്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ BJP ഉൾപ്പെടുന്ന NDA മുന്നണിക്ക് ഫണ്ടിനൊരു ഷോർട്ടേജ് ഇല്ല. അവരെല്ലാം മണ്ഡലവും തകർത്ത് വാരുക. LDFനും ഫണ്ടിന് ഷോർട്ടേജ് ഇല്ല. UDF ആണ് കൈകാലിട്ട് അടിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത്തവണ അവർക്കത്ര ദാരിദ്ര്യമില്ല. ഇത് വലിയ 2 രക്ഷകർ അപ്പുറം ഇപ്പുറം നിൽക്കുക, രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും. അതുകൊണ്ട് അക്കാര്യത്തിൽ UDF ഇക്കുറി സേഫാണ്. വീഴ്ച പറ്റിയത് ഈ മാധ്യമങ്ങളെ പിണറായി കയ്യിലെടുത്തതിലാണ്. UDFന് ആദ്യം അവർ പതറിപ്പോയി വല്ലാണ്ട്. അത് ഈ തെലങ്കാന മുഖ്യമന്ത്രി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം മാധ്യമങ്ങളിൽ തെലങ്കാന പരസ്യം നമ്മൾ കണ്ടു ഒരു മാസം മുമ്പ്. തെലങ്കാനയിലെ വികസനം, തെലങ്കാനയിലെ പ്രവർത്തനങ്ങൾ 2-3 പരസ്യം കിട്ടി. അതൊക്കെ ചോദിക്കുന്ന പൈസ അങ്ങ് ഇട്ട് കൊടുത്തേക്കും മീഡിയയ്ക്ക്. അപ്പം ഇതെല്ലാം ഒരു കൊടുക്കൽ വാങ്ങലാണ്. നമ്മൾ കാണുന്ന ഈ ജനാധിപത്യത്തിനപ്പുറത്ത് കൃത്യതയോടെയുള്ള ഇലക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട്. ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പണത്തിൻ്റെ ഘടകമുണ്ട്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പൊക്കെ നിയന്ത്രിക്കുന്നൊരു കോക്കസ്, ഒരു മാഫിയ കോക്കസ് ഉണ്ട്. അവർ കേരളത്തിലൊന്നും ആയിരിക്കത്തില്ല. അവർ ദുബായിയോ അല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഒക്കെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാകാം. പറയുന്ന സ്ഥലത്ത് അവർ പണം എത്തിക്കും. പക്ഷേ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്ന മുന്നണി ജയിച്ചാൽ അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതൊരു പക്ഷേ കടൽ കൊള്ളയാവാം, അല്ലെങ്കിൽ കരിമണൽ കൊള്ളയാവാം, അല്ലെങ്കിൽ ധാതു കൊള്ളയാവാം, മറ്റെന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു ബിസിനസ് താല്പര്യങ്ങളാവാം. അത് സംരക്ഷിച്ചു കൊടുക്കണം. ഇത് ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. ഇതിൽ പല മുന്നണികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ട നേതാക്കളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. പുറമേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ആദർശത്തിൻ്റെ പേരിൽ, വലിയ വ്യക്തിത്വത്തിൻ്റെ പേരിൽ, ജനാധിപത്യ രീതിയിൽ മത്സരം നടക്കുന്നു. പക്ഷേ ഇത്തരം ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇതുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവിടെ വെറും ഒരു മനുഷ്യനായി ജീവിച്ചു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ UDFൻ്റെ പണത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് നികത്തപ്പെട്ടു. മറ്റൊരു കാര്യം, ഈ UDFൻ്റെ പ്രചരണത്തിനായിട്ട് എത്തുന്നവരുടെ ഒരു ലിസ്റ്റാണ്. ഈ പറയുന്ന പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, അതിനൊക്കെ അപ്പുറത്തേക്ക് മുഹമ്മദ് അസൂറുദ്ദീൻ ഞാൻ ഇന്ന് കണ്ടു. ഭയങ്കര ശശി തരൂർ സ്റ്റാർ ക്യാമ്പയിനർ കേട്ടോ, മറ്റൊരു തലത്തിലേക്ക് എത്തി. അപ്പോൾ മറ്റൊരു കാര്യം, ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയെ പോലെ തന്നെ ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് UDFകാർക്ക് ഒരു ആരാധനാപാത്രമാണ് DK ശിവകുമാർ. DK ശിവകുമാർ കണ്ണൂരിൽ സുധാകരൻ്റെ കൂടെ വലിയൊരു റോഡ് ഷോയും പ്രചരണ പരിപാടികളും ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് കണ്ണൂരിലെ CPMകാർ ഒന്ന് വെട്ടിലായി. കാരണം അതിന് പക്ഷേ മറുപടി കൊടുത്തുകൊണ്ട് CPMൻ്റെ സൈബർ ഗ്രൂപ്പുകൾ വന്നു. കുമ്പക്കുടി സുധാകരനും കെമ്പകോട് ശിവകുമാറും ഒന്നും വന്നിട്ട് ഇവിടെ കാര്യമില്ല, ഇവിടെ പിണറായി ഉണ്ട്. പക്ഷേ തൊട്ടിപ്പുറത്ത് ഇവർക്ക് എവിടെ കൊണ്ടിറക്കാനും ഒരു പിണറായി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വലിയ പ്രതിസന്ധി. മുൻപായിരുന്നെങ്കിൽ ഒരു യെച്ചൂരിയെ കൊണ്ടുവരാമായിരുന്നു. ഇതൊരു വലിയ ഗതികേടായിട്ട് ഇവർക്ക് മാറുന്നുണ്ട്. ഒരു തരത്തിൽ ആ ഒരു പ്രതിസന്ധി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രേവന്ത് റെഡ്ഡി പറഞ്ഞ ആ ഒരു വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈ ഓൺ ദ സ്പോട്ടിലായിരുന്നു രേവന്ത് റെഡ്ഡിക്ക് പിണറായി മറുപടി കൊടുത്തത്. പക്ഷേ ഇതേപോലെ ഒരു ഓൺ ദ സ്പോട്ടിൽ മറുപടി മോദിക്കോ അമിത്ഷായ്ക്കോ എന്തിനേറെ ഇവിടുത്തെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പോലും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഫോട്ടോ, ഈ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പിണറായി വിജയൻ ചെന്നൊരു ഫോട്ടോ ആണ്. വലിയ ജനസമുദ്രമാണ്. അതൊക്കെ നമുക്ക് അംഗീകരിച്ചേ തീരൂ. അതിൻ്റെ അടിക്കുറിപ്പ് നമ്മുടെ സൈബർ കമ്മികൾ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ ചിരിച്ചു പോകും. ഇത് രാഹുലിൻ്റെ പ്രചരണ യോഗമല്ല, ഇത് പ്രിയങ്കയുടെ പ്രചരണ യോഗമല്ല, ഇത് മറ്റേതെങ്കിലും അഖിലേന്ത്യന്മാരുടെ പ്രചരണ യോഗമല്ല, സാക്ഷാൽ പിണറായിയുടെ പ്രചരണ യോഗമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ബോധമില്ല എന്താ എഴുതേണ്ടതെന്ന്. അപ്പോൾ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ ഇതുപോലെ ആൾ വരുള്ളൂ, ഞങ്ങളുടെ പിണറായിക്ക് കഴിയും, ഒരു 1000 രാഹുലിന് 1/2 പിണറായി മതി എന്നതാണ് അവരുടെ ഒരു വിചാരം. അത് അവരുടെ ഒരു ഭാവന ലോകമാണ്. അവരുടെ ഭാവന ലോകത്ത് ഒരൊറ്റ പിണറായി മാത്രമേ ഉള്ളൂ. പക്ഷേ പിണറായി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നുണ്ട്, അത് നമുക്ക് അംഗീകരിച്ചേ തീരും. മറുവശത്തെ ആ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ ഒരു നിര കണ്ടാൽ, ഇപ്പം നമ്മൾ തന്നെ കുറേയേറെ ആളുകളുടെ പേര് പറഞ്ഞു, അതിലേറ്റവും തലയെടുപ്പ് ഇപ്പോൾ രേവന്ത് റെഡ്ഡിക്കാണ്. അത് പറയാതിരിക്കാൻ വയ്യ. DK ശിവകുമാറിനേക്കാൾ ഒരുപക്ഷെ നമ്മുടെ രാഹുൽ ഗാന്ധിയോടൊപ്പം തലയെടുപ്പിൽ ഇപ്പോൾ രേവന്ത് റെഡ്ഡി നിൽക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണത്തിലും ഇടപെടലിലുമുള്ള തന്ത്രങ്ങളും സിൻസിയറിറ്റിയും കൊണ്ടാണ്. അയാളൊരു പാർട്ടിയോട് കൂറുള്ളവനാണ്. പാർട്ടിയെ വിജയിപ്പിക്കാൻ എത്തി അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, KC വേണുഗോപാലുമായി വലിയ സുഹൃത്താണ്. അപ്പോൾ KCയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലാ കാര്യത്തിലും താൻ സജീവമായി ഇടപെട്ടു എന്ന് രാഹുലിനെ ബോധ്യപ്പെടുത്തണം.
ഈ രേവന്ത് റെഡ്ഡിക്കൊക്കെ വലിയ മോഹങ്ങളുള്ള ആളാണ്. അത് തെലങ്കാനയിൽ ഒതുങ്ങി നിൽക്കില്ല. അത് കേന്ദ്രത്തിലെ പല സുപ്രധാന പോസ്റ്റുകളും അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടാവാം. തെലങ്കാന ഒരു സംസ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കി കോൺഗ്രസിന് കൊടുത്ത 2 തവണയാണ് അവിടെ ചന്ദ്രശേഖർ റാവു ജയിച്ചത്. 2023 തെരഞ്ഞെടുപ്പിൽ ആണ് അത് തിരിച്ചു പിടിക്കുന്നത്. അതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവു പൂർണ്ണമായും ആ മേഖല തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയതാണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം അതങ്ങ് തിരിച്ചു പിടിച്ചെടുത്തു. അതൊരു നിസ്സാരക്കാരനല്ല രേവന്ത് റെഡ്ഡി. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ പിണറായി വിജയനെയൊക്കെ വെല്ലുവിളിക്കാൻ ശക്തിയുള്ള, കഴിവുള്ള ഒരു മികച്ച താരം തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നേതാക്കളെ താരങ്ങളായിട്ട് കണക്കുകൂട്ടാനേ കഴിയുകയാണ്. ഇതൊരു കളിയാണ്. ചിലർ ആത്മാർത്ഥതയോടെ ഈ ഗെയിമിൽ പങ്കെടുക്കും, മറ്റു ചിലർ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ പങ്കെടുക്കും, ചിലർ ടീം സ്പിരിറ്റോടെ കളിക്കും, ചിലർ ഒറ്റയാനായി നിൽക്കും. അങ്ങനെ ഈ ഗെയിം, അതിൽ വിജയിക്കുന്നവർക്ക് എല്ലാം കിട്ടും, പരാജയപ്പെടുന്നവർക്കൊന്നുമില്ല. വിജയിക്കുന്നവരുടെ കഥ മാത്രമേ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. പരാജയപ്പെട്ട് ജീവിതം കൂമ്പടിയുന്നവരുടെ ജീവിതം പിന്നെ ആരും ഓർക്കാറില്ല. സിനിമയിലെ ഇരുണ്ട ഒരു കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് ജീവിതം നശിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആശയം, ആദർശം ഒക്കെ പണയപ്പെടുത്താതെ ജീവിക്കാൻ, രാഷ്ട്രീയ ജീവിതം കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചവരാണ്. പക്ഷെ മറുവശത്ത് പല കപട മുഖങ്ങളും ഇന്ന് വലിയ നേതാക്കന്മാരുടെ ഭാവമായി മാറുന്നു. എന്തായാലും രേവന്ത് റെഡ്ഡിയെ നമുക്ക് അംഗീകരിച്ചേ തീരൂ. പിണറായി വിജയനെ വെല്ലുവിളിച്ച് പിണറായിയെ വെട്ടിലാക്കിയ ഒരു ഹീറോ തന്നെയാണ്. വലിയ പ്രതിസന്ധിയായിപ്പോയി തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് ഈ KC വേണുഗോപാൽ ഒരു തുറന്ന കത്ത് പിണറായിക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്തിൽ കൃത്യമായി 10 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആ 10 ചോദ്യങ്ങളിലും BJPയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന അമിത്ഷായുടെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി, അത് എന്തിനു വേണ്ടിയായിരുന്നു, എന്തിൻ്റെ ഡീലായിരുന്നു, മോദിയുമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഡീല്, ധനമന്ത്രിക്ക് ഒരു പ്രഭാത ഭക്ഷണം കൊടുത്തത്, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്, ആ ഡീൽ എന്താണ് 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 എന്നുള്ളത് 10 ചോദ്യത്തിലുണ്ട്. അല്ല, അത് രാഷ്ട്രീയം. KC വേണുഗോപാലിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയൊന്നും പിണറായിക്കില്ല. പക്ഷേ നമ്മൾ പിണറായിയുടെ മറ്റൊരു ഭാഗം കൂടി കാണണം. ഒരുപാട് കേസൊക്കെ കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ ഒരിക്കലും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ പൂർണ്ണമായും പിണക്കി കേന്ദ്ര സർക്കാരിനോട് വെല്ലുവിളിച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഭരണകൂടത്തിനുമൊന്നും ഈ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ ഒരു അനുനയവും അനുരഞ്ജനവും സമവായവും ഒക്കെ വേണം. അതുകൊണ്ട് പൂർണ്ണമായും അവരോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെ നമുക്ക് കല്ലെടുത്ത് ഇടിച്ചിടാനൊന്നും പറ്റത്തില്ല. അത് ഇതിലൊക്കെ ഒരു തന്ത്രപരമായ ഭരണ നൈപുണ്യം പ്രകടിപ്പിക്കണം. പക്ഷെ പിണറായി വിജയന് നൈപുണ്യമല്ല, ധാർഷ്ട്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല കട്ടയ്ക്ക് നാട്ടിലുള്ള ഒരു ആണൊരുത്തൻ വന്നപ്പോൾ ഇപ്പോൾ പിണറായി വിജയനെ ചൂണ്ടുവരിൽ നിർത്തി കറക്കുന്നു. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും പക്ഷേ ഈ വരുന്നവർക്കെല്ലാം ഒരൊറ്റ പിണറായിയാണ്. ഒറ്റ പിണറായി, അതാണ് അതിൻ്റെ മാസ്റ്റർ പീസ്. അത് കൃത്യമായി അവതരിപ്പിക്കാൻ ഈ സൈബർ കമ്മികൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. പിണറായി വിജയൻ ആ ഒരു പോരാട്ടത്തിൽ എല്ലാവരും ചേർന്നെറിയുമ്പോൾ നമ്മൾ ഈ വെറുത്ത് ഒടുവിൽ കുട്ടിക്കൃഷ്ണനോടൊരു ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞതുപോലെ കുറേയേറെ പേർക്ക് ഈ എറിഞ്ഞും വീഴ്ത്താൻ ശ്രമിച്ചും മറുവശത്ത് പരിഹസിച്ചും ആക്ഷേപിച്ചുമൊക്കെ ഒടുവിൽ ഒരൊറ്റ പിണറായി. ഇതെല്ലാം താങ്ങാൻ അദ്ദേഹമല്ലേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ളൊരു വിഷയം, ആ ഒരു പോര്, പക്ഷേ ഇരു കൂട്ടരുടെയും തമ്മിലുള്ള ആ ഒരു വെല്ലുവിളി അല്പം കടന്നുപോയി എന്നുള്ളതാണ്. ഒരിക്കലും പിണറായി വിഷമം പറഞ്ഞിട്ടുണ്ട്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പറയേണ്ടത്. അങ്ങനെ ചില പരിഭവങ്ങളും ഇതിനിടയിൽ പിണറായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന് രേവന്ത് റെഡ്ഡിക്ക് മറുപടി കൊടുത്തു, രേവന്ത് റെഡ്ഡി തിരിച്ചും കൊടുത്തു. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായിട്ടും. നമസ്കാരം.